പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരാഴ്ച മുമ്പ് പത്തനംതിട്ടയിൽ ഒരു യുവതിയും അവരുടെ ഭർത്താവും കൂടി ഭർത്താവിന്റെ വയോവൃദ്ധനായ അപ്പനെ പഞ്ഞിക്കിടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. അത് അയൽവാസികളോ അവരുടെ സഹോദരൻ ആരോ ഒരാൾ എടുത്തൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ആണത് കേസും പഴക്കും വലിയ പുക്കാറൊക്കെ ആയത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അത് പോലീസ് കേസായിരുന്നു. അതിനു മുമ്പ് പല കേസുകളും ഉണ്ട്, ഒരുപാട് കേസുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതേക്കുറിച്ച് പലരും വീഡിയോകൾ ചെയ്തു, മീഡിയകളിൽ വാർത്ത വന്നു. ഒരു വയോവൃദ്ധനെ ഇങ്ങനെയൊക്കെ തല്ലാമോ അതൊക്കെ ചോദിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ എനിക്കത് കണ്ടപ്പോ അതിലെന്തോ ഒരു വശപ്പശക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എന്റേതായ ലെവലിൽ നിന്ന് അന്വേഷിച്ചു, വാർത്തകൾ ചെയ്യുന്നതിന് മുമ്പ്, എന്തെങ്കിലും എന്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ്. കാരണം നമ്മുടെ നാവിൽ നിന്ന് വീഴാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും വരുന്നത്, അതായിരിക്കും സത്യം. സത്യം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ സത്യം പറയാമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് അന്വേഷിച്ചു. ഒന്ന് അന്വേഷിച്ചപ്പോ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടി. അത് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുകൂടി എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്, അതിൽ ചില പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അവരുടെ സ്വകാര്യതയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ പറ്റില്ല. അത് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാ കാലവും ആ പെണ്ണും ആളെ കെട്ടിയവനും ഈ കേസിൽ പ്രതിയായി തന്നെ ഇരിക്കും. കാരണം ഈ ഒരു വീഡിയോ മാത്രമേ പ്രചരിച്ചുള്ളൂ, ബാക്കിയുള്ളതും പുറത്ത് കാണിക്കാൻ വീഡിയോയിൽ പറ്റില്ല. അതാണ് എന്റെ കാരണം. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ നേരിട്ട് സംസാരിച്ചു. കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അറിഞ്ഞു. എന്നിട്ടും കുറെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ, ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ആ കാര്യങ്ങൾ എന്നോട് ഫോണിലൂടെ ഒരു പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അത്രത്തോളം വിഷയങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ സത്യത്തിൽ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഏതാണ്ട് 10-35,000 പേരാണ് ആ വീഡിയോ കണ്ടത്. അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളൊക്കെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും എന്നെ വിമർശിച്ചുകൊണ്ടും ആ പെൺകുട്ടിയെ വിമർശിച്ചുകൊണ്ടും ഒക്കെയാണ് വീഡിയോ വന്നിട്ടുള്ളത്. ആ മകനെ വിമർശിച്ചുകൊണ്ടാണ് നല്ലത്. അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. കാരണം അവരുടെ അപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ, ആ കാണുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഏതൊരു കാര്യത്തെയും വിലയിരുത്തേണ്ടത് രണ്ട് സാഹചര്യങ്ങൾ വെച്ചാണ്. ഒന്ന് എന്തുകൊണ്ട്, രണ്ട് അവരുടെ സാഹചര്യം എന്താണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരമാണ് ഞാൻ പിണറായി സഖാവിനെ വിമർശിച്ചത്. അത് പിണറായി സഖാവ് എന്നെ വിമർശിക്കാൻ കാരണം കഴിഞ്ഞ 9 വർഷം കൊണ്ട് അദ്ദേഹം ഇവിടെ ഭരിക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ മദ്യനയം അതായതുകൊണ്ടുമാണ്. ആ മദ്യനയം എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചത്. അല്ലാതെ ഈ പിണറായി പറഞ്ഞിട്ടാണ് ഇയാൾ പോയി മദ്യപിച്ച കൊണ്ട് ഇവരെ അടിച്ചതെന്നോ അല്ലെങ്കിൽ ഈ പെണ്ണ് തിരിച്ചടിച്ചതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആ മദ്യനയം തിരുത്തപ്പെടേണ്ടതാണ്. മദ്യം ഇവിടെ മയക്കുമരുന്നിനെ MDMA അല്ലെങ്കിൽ മറ്റതുപോലെ എന്തെങ്കിലുമൊക്കെ നിരോധിക്കാൻ നടക്കുന്നത് പോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മദ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം ലീഗലൈസ് ചെയ്യണം. എല്ലാം ലീഗലൈസ് സുലഭമായി കഴിഞ്ഞാൽ ഉപയോഗം കുറയും. അതാണ് ചെയ്യാറ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഗോവയിലൊന്ന് പോയി. ഗോവയിൽ അവിടുത്തെ സാധാരണക്കാർ 2 തരം കൾച്ചറാണ്. ഒന്ന് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന സാധാരണക്കാരായിട്ട് സാധുക്കളായിട്ടുള്ളൊരു വിഭാഗം. മറുവശത്ത് ഒരു ലക്ഷറി ലൈഫ്, അവരുടെ ലോകത്ത് നിന്നുകൊണ്ട് അവരുടെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഒരു ലക്ഷറി ലൈഫ് പഞ്ചമിലും, അതേപോലെ പഞ്ചമിലാണ് കൂടുതൽ കസിനുകളും മറ്റു കാര്യങ്ങളുമായിട്ട്, അതുപോലെ മഡ്ഗാവിലായിട്ട് അതങ്ങനെ, ബീച്ചുകളിലായിട്ട് അതങ്ങനെ അവർ നടക്കുന്നുണ്ട്. അപ്പോൾ 2 കൾച്ചർ. അവിടെ പോലും മദ്യം സുലഭമാണ്. ചെറിയ ചെറിയ പീടികകളുണ്ട്. ആ പീടികകളിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് പല സൈസ് സാധനങ്ങൾ. ആരും അവിടെ നിന്ന് കള്ള് കുടിച്ചുകൊണ്ട് ആരെങ്കിലും തെറി വിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ തലകുത്തി കിടക്കുന്നതായിട്ടൊന്നും റോഡിലെവിടെയെങ്കിലും കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എവിടെ കണ്ടില്ല. കുറച്ച് ദിവസങ്ങൾ ഞാൻ വിത്ത് ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടുമ്പുറം, ഹോണ്ട അടക്കമുള്ള നാട്ടുമ്പുറം ഫുള്ള് കറങ്ങിയതാണ്. മഡ്ഗാവ് അടക്കമുള്ള നഗരങ്ങളിലും ബീച്ചുകളിലും, കാസിനോ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും, ഏകദേശം എല്ലാ ഭാഗത്തും കറങ്ങിയതാണ്. ടൂറിസ്റ്റ് അല്ലായിരുന്നു, ചില ബിസിനസ് ആവശ്യങ്ങളുമായിട്ട് പോയതുകൊണ്ട് ഞാൻ ഫാമിലിയെ കൂടെ കൊണ്ടുപോയി മൊത്തം ഒന്ന് സഞ്ചരിച്ചു. പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. റിയൽ ലൈഫ് നമ്മൾ കണ്ടതാണ്. എവിടെയും നമ്മൾ കണ്ടില്ല. ഇഷ്ടംപോലെ മദ്യഷാപ്പുകളുണ്ട്. അപ്പൊ അവിടുത്തെ മദ്യനയം എന്താണ് ചിന്തിച്ചാൽ മതി. എന്നാൽ അതേപോലെയുള്ള ലഹരി നയം നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മദ്യ ഉപയോഗം കുറയും, അതുപോലെ മറ്റ് ലഹരി ഉപയോഗങ്ങൾ കുറയും, ഇതുപോലുള്ള മർദ്ദനങ്ങൾ കുറയും, എല്ലാം കുറയും. അപ്പോൾ അത് കൂടുതൽ നടക്കുന്നത് സർക്കാരിന്റെ നയത്തിന്റെ ഉള്ള കുഴപ്പം കൊണ്ടാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പിണറായിയെ വിമർശിച്ചത്. അല്ലാതെ പിണറായിയെ വിമർശിക്കണം വേണ്ടി ജനിച്ച ആളൊന്നുമല്ല ഞാൻ. വിമർശിക്കേണ്ടത് വിമർശിച്ചെന്ന് മാത്രം. ഇവിടെ നടന്ന ഈ അക്രമങ്ങളിലും ഈ പറഞ്ഞ അടിയിലും ബഹളത്തിലും ഒക്കെ ആ മദ്യത്തിനൊരു പങ്കുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ നയം ആ രീതിയിൽ കൊണ്ട് നടക്കുന്ന ആളെയും കൂടെ ഒന്ന് വിമർശിച്ചെന്നേ ഉള്ളൂ. അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതിനകത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ വെളുപ്പിക്കുകയാണ്, ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണെന്ന്. അതെ, വെളുപ്പിക്കുകയാണ്. എനിക്കെന്തത് പറയാൻ ബുദ്ധിമുട്ട്.
വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്തത് പൂർണ്ണമായി ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഏത് കാര്യത്തിനും ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു വാർത്ത ചെയ്യുമ്പോൾ എല്ലാ വശവും നമ്മൾ പറയാൻ തയ്യാറാണ്. പക്ഷം ചേർന്ന് സംസാരിക്കരുത്. ഇവിടെ ഒരു പക്ഷം ചേർന്ന് ആ പെണ്ണിനെയും അതിന്റെ കെട്ടിയവനെയും മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഒരു വശത്ത് മുഴുവൻ മീഡിയകളും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മറുവശം ഉണ്ടെങ്കിൽ അത് അറിയാവുന്ന ഞാൻ സംസാരിക്കണ്ടേ? അതേ ഞാൻ ചെയ്തോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുമല്ല, ഇത് ഈ പെണ്ണ് അത്ര ഗതികെട്ട് അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് പ്രതികരിച്ചവരെങ്കിലും ഉണ്ട്, കുറച്ചുപേരൊക്കെ ഉണ്ട്. പൂർണ്ണമായും അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും. എന്നാൽ 2016 ഒരു കുടുംബത്തെ ആക്ഷേപിച്ചു എന്ന പേരിൽ പാലിയക്കര ടോൾ പ്ലാസയുടെ സമാന്തര റോഡിൽ വെച്ച് ഡിവൈഎസ്പി KK രവീന്ദ്രൻ എന്ന ഒരു സാധു മനുഷ്യനെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയ ഒരു ശിക്ഷാ നടപടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ കുടുംബത്തിനെതിരെ അവരെ തെറിവിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സോഷ്യൽ മീഡിയയും ഇതേ ചാനലുകളും പത്രങ്ങളും എല്ലാം ആ ഒരു പാവം സാധുവിനെയാണ് പൊങ്കാലയിട്ടത്. ഇന്ന് ഈ പെണ്ണിനെ പൊങ്കാലയിടുന്ന പോലെ. അന്ന് കേരളത്തിൽ 3.5 കോടി ജനങ്ങളിൽ സാബു കൊട്ടോട്ടി എന്ന് പറയുന്ന ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ. ഇന്ന് ഈ പെണ്ണിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും എല്ലാ സോഷ്യൽ മീഡിയ പേജുകളും ആ ഭാര്യ ഭർത്താക്കന്മാരെ ആ ദമ്പതികളെ പൊങ്കാലിട്ടുകൊണ്ടിരുന്നപ്പോ ആ തന്തയെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് പൊങ്കാലിട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ മാത്രമേ തിരിച്ചു പറഞ്ഞോളൂ. നിങ്ങൾ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ബാക്കിയുള്ള എല്ലാ ചാനലും നോക്ക്. ഇപ്പോഴും അത് തന്നെ വരുന്നത്. മിക്കവാറും ഞാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അന്നത്തെ ഒരു സാഹചര്യത്തിൽ. അത് എന്റെ റിയാലിറ്റി അന്വേഷിച്ചത് കൊണ്ടാ. ആരോടൊക്കെ അന്വേഷിച്ചെന്ന് എനിക്ക് പറയാൻ വെളിപ്പെടുത്താൻ കുറച്ച് പ്രയാസമുണ്ട്. കാര്യം അതിൽ പൊളിറ്റീഷ്യന്മാരുണ്ട്, മറ്റു പലരും ഉണ്ട്. കാരണം അവർക്ക് സാമൂഹികമായിട്ട് ഓരോ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അവരുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിൽ ഒരാളുടെ ശബ്ദം ഞാൻ AI ഒരു സഹായത്താൽ വോയിസ് മാറ്റിയാണ് കൊടുത്തത്. കാരണം ആ ശബ്ദം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കൂടി എല്ലാ കാര്യം കൊണ്ട് പറഞ്ഞത് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ എനിക്ക് അതിനുള്ള സാങ്കേതിക വിദ്യയൊന്നും എൻ്റെ ഇല്ലില്ല. അപ്പൊ അത്തരത്തിൽ ഒരുപാട് വോയിസുകളുണ്ട്. ഇത്രയും മാത്രമല്ല, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിൽ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പബ്ലിക്കായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും തല്ലൂ. ഏത് കേസായാലും എന്ത് കേസായാലും അതിനൊരു മറുവശം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ മറുവശം കൂടി പറയുമ്പോഴാണ് ഒരു ധർമ്മം പൂർത്തിയാവുന്നത് എന്നതുകൊണ്ട് മുഴുവൻ ആൾക്കാരും ഒരു വശം മാത്രം ചെന്ന് പറഞ്ഞപ്പോൾ അന്ന് DVSPയുടെ കേസിൽ നിന്ന് ഞാൻ സംസാരിച്ചിരുന്ന പോലെ ഇവിടെ ആ ദമ്പതികളുടെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഈ വൈകി വേളയിൽ ഇങ്ങനെ പറയുന്നത് ദൃശ്യം പുറത്തു വന്നതോടെ എല്ലാം നാട്ടുകാരറിഞ്ഞു എന്ന തമ്പിലൂടെ ഞാൻ കൊടുത്തിട്ടുള്ള ഹെഡ്ലൈനിലൂടെ ഞാൻ കൊടുത്തിട്ടുള്ള ആ വീഡിയോയ്ക്ക് 126 കമന്റുകളേ ഉള്ളൂ. കമന്റുകളെ കുറവാണ്, 10-35,000 പേര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ 126 കമന്റ്സുകളിൽ അതിൽ മിക്കവാറും എല്ലാ കമന്റ്സുകൾക്കും ഞാൻ നേരിട്ട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വന്നത്. ഇപ്പോ ഇവിടെ അതിനകത്ത് ആദ്യത്തെ കമന്റ് തന്നെ നമ്മുടെ നാട്ടില് മദ്യവും ലഹരിയും സുലഭമായി കിട്ടുമല്ലോ, മിക്ക ഭവനങ്ങളിൽ ഇതാണ് അവസ്ഥ. അപ്പൊ അതിന് മറുപടി മറ്റൊരാൾ പറയുന്നുണ്ട്, ലഹരി സുലഭമല്ല ആണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഒരു വീഡിയോ ഇടുന്നു. മദ്യം സുലഭമായി ലഭിക്കുന്ന നാട് മദ്യമണിലാക്കണം. ലഹരി, ഈ മദ്യം എന്ന് പറഞ്ഞാൽ ലഹരിയല്ല ഉദ്ദേശിക്കുന്നത്. മദ്യം സർക്കാർ വിൽക്കുന്നുണ്ട്, അത് ലഹരിയല്ല എന്ന് പറയാൻ പറ്റുമോ? ലഹരി തന്നെയാണെന്നേ. ഈ മദ്യവും ലഹരിയും രണ്ടും രണ്ടായിട്ട് കാണുന്നുണ്ടോ? മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ലഹരി തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അതിന്റെ താഴെ വന്നിരുന്നത് പിന്നെ പ്രോത്സാഹനം കൊള്ളാം, ഇവനും അച്ഛൻ അമ്മ എന്ന പദവി അലങ്കരിക്കുന്ന മക്കളും കാണും, അത്ര തന്നെ. ശരിയാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടവും അതാണ്. കാരണം ഈ മക്കള് ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് കുട്ടി, ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടി കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി മറ്റൊന്നും കൂടെ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ അപ്പനെയും അമ്മയും പറയുന്നതും അമ്മയെ അപവാദങ്ങൾ പറയുന്നതും അങ്ങനെ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ആ കുട്ടി കാണുന്നുണ്ട്. അപ്പോൾ ഒരു വശം മാത്രമാണ് കുട്ടി കാണുന്നത് എന്ന് മനസ്സിലാക്കരുത്. എല്ലാ വശവും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളെ സംബന്ധിച്ച് പ്രശ്നം തന്നെയാണ്. പിന്നെ അതിനകത്ത് ജയൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു വിശദമായ ഒരു അവസ്ഥയുണ്ട്. താങ്കൾ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇങ്ങനെ മൃഗീയമായി കൈകാര്യം ചെയ്തിട്ട് ന്യായീകരിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ മക്കൾ ഇതുപോലെ പെരുമാറിയാൽ സഹിക്കാൻ പറ്റുമോ? PG കഴിഞ്ഞ അപ്പൊ ഇങ്ങനെ അതാണ് പറയുന്നത്. അദ്ദേഹം ഇതെല്ലാം പറയുന്നത് കൂടുതൽ വെളുപ്പിക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ജയന്റെ കമന്റിനും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിന്റെ ഒരു വശമേ കണ്ടിട്ടുള്ളൂ. വർഷങ്ങളായി അവിടെ നടക്കുന്നത് എന്താണ്, അവർ അനുഭവിക്കുന്നത് എന്താണ്, ഇത് രണ്ടും നോക്കണം. അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മറ്റുള്ളവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും. എത്ര കേസുകൾ അവിടെ നടന്നിട്ടുണ്ടെന്നറിയോ? അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ചോദിക്കണം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ അത്തരത്തിൽ ഒരുപാട് കേസുകളുണ്ട്. അതും ഈ സംഭവം ഇതെല്ലാം കൂടെ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കിയിട്ട് ഈ വീഡിയോയ്ക്ക് അപ്പുറം എന്തൊക്കെയാണ് വർഷങ്ങളായി നടന്നു വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജയന് ഈ കാര്യം മനസ്സിലാവും. കാരണം ഒരു ആവേശത്തിൽ
എന്തെങ്കിലും ഒരു കുറ്റം എടുത്ത് ചാടി കഴിഞ്ഞാൽ അത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതല്ലെങ്കിൽ അപ്പനെ തല്ലിയത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മറ്റൊരു സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയും തെറ്റല്ല എന്ന് പറഞ്ഞിട്ടില്ല. അയാൾക്ക് അത് പോരായിരുന്നു, 2 കൂടുതൽ കൂടി കിട്ടേണ്ടിയിരുന്നു എന്നാണ്. പക്ഷെ അത് കൊടുത്തത് മകനും മരുമകളും ആയി പോയത് കൊണ്ടാണ് പ്രശ്നമായത്. നാട്ടുകാരായിരുന്നെങ്കിൽ തല്ലിക്കൊന്നേനെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം അയാളുടെ വ്യക്തിപരമായ കാര്യമല്ല, അയാളുടെ ഉള്ളിലുള്ള മദ്യമാണ്. ആ മദ്യമില്ല എന്നുണ്ടെങ്കിൽ, മദ്യം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു ലഹരിയാണ്. അത് മനുഷ്യനെ മൃഗമാക്കിയും ചിലപ്പോൾ അതിനേക്കാളും വലിയൊരു അവസ്ഥയിൽ എത്തിക്കും. അത്തരത്തിലുള്ള ഒരു മാനസിക നിലയിലേക്ക് ആ മനുഷ്യൻ, ശ്രദ്ധിക്കണം, ആ മനുഷ്യന്റെ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അയാൾ ഒരു മൃഗത്തെക്കാൾ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോകുന്നു. അതിൽ സഹികെട്ട് മറ്റുള്ളവർ, ആ അവസ്ഥയിലല്ലാത്ത മറ്റുള്ളവർ പ്രതികരിക്കുന്നു. ഇതേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ ആ മനുഷ്യനെ കൊണ്ട് എത്തിച്ചതിന് ഭരണകൂടത്തിനും അതിനുള്ള പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ ജയന്? അതേപോലെ ഞാൻ മദ്യപാനം തുടങ്ങിയിട്ട് 40 വർഷമായി എന്ന് പറഞ്ഞിട്ട്, ശരി, 40 വർഷമായിട്ട് മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ മദ്യത്തെയാണ് കഴിക്കുന്നത്, മദ്യം താങ്കളെയല്ല. അതാണ് വ്യത്യാസം. മദ്യം മറ്റുള്ളവരെ കഴിക്കാനാണ് ഇന്നത്തെ ഭരണകൂടം പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് താഴെ പിണറായി എന്നുള്ള ഒരു കാര്യം പറയണം. അത് ഞാനും പറഞ്ഞില്ലേ, പിണറായിയുടെ ദേഷ്യം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ മദ്യനയത്തിനെതിരെയുള്ള ഒരു പ്രതികരണം കൂടിയായിട്ട് ഞാൻ സംസാരിച്ചതേ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മറുപടി പറയുന്നില്ല. പിന്നെ അതിനകത്ത് മൈനമേഷ് മറ്റൊരു കമന്റ് വന്നിട്ട്, നല്ലൊരു അടി കിട്ടിയിട്ടും അതിനൊത്ത ഒരു പ്രതികരണം കാണിക്കാതിരുന്നപ്പോൾ തന്നെ പുള്ളി നല്ല തണ്ണിയിലാണ് തോന്നിയിരുന്നു. ഉദ്യോഗസ്ഥർക്കൊക്കെ മുടങ്ങാതെ ശമ്പളം കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവർ വേണ്ട. ഇതാണ് അതിന്റെ കാരണം. അതായത് ഞാൻ ആ വീഡിയോയിൽ എന്താണോ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആ പറഞ്ഞ ആൾ അതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങളുടെ മകൻ ഇതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം. സഹോദരൻ, ഞാൻ വെള്ളമടിച്ച് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ നടക്കുന്നില്ല. എന്റെ മകൻ എന്ന് പറഞ്ഞ എന്റെ മകന്റെ പ്രായം എത്രയുണ്ട് നിങ്ങൾക്ക് അറിയില്ല. എറണാകുളത്ത് ഈ അടുത്ത കാലത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു പമ്പിൽ എണ്ണ അടിച്ചൊരു വിഷയം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെന്റെ മകനാണ്. അയാൾ എത്ര പാകമായിട്ടാണ്, എത്ര പക്വമായിട്ടാണ് ആ പമ്പിൽ ഇടപെട്ടതെന്ന് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരുപാട് 3 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട വീഡിയോ ആണത്. ആ വീഡിയോയിൽ അവിടെ പ്രതികരിക്കുന്നത് എന്റെ മൂത്ത മകനാണ്. ആ മകൻ അങ്ങനെ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ അങ്ങനെ പാരന്റ് ചെയ്ത് വളർത്തിയതുകൊണ്ട് അങ്ങനെ നിൽക്കണേ. എറണാകുളത്താണ് ആള്. അയാൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുപോലെ മക്കൾ വേറെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പാരന്റിങ് കൃത്യമായി ചെയ്യുന്ന, എന്താണ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന തന്തയും തള്ളയും ഇതുപോലെ ഭയപ്പെടേണ്ടി വരില്ല. അതായത് താങ്കൾ വിചാരിക്കുന്നത് പോലെ, അതായത് എം സി രാജൻ നായർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കേണ്ടി വരില്ല. അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മതി. ജനങ്ങളെല്ലാം ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ എന്നുള്ളൊരു വൃദ്ധനെ പോലീസ് എന്തെങ്കിലും വൃദ്ധസ്ഥാനത്ത് ആക്കാമായിരുന്നുള്ളൂ. അത് ശരി തന്നെ കാര്യമാണ്. കാരണം ജനങ്ങള് നിയമം കയ്യിലെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഒരു സംവിധാനത്തെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഗതികേടാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഷിജി ചെറിയാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മദ്യം ഇപ്പോൾ ഒരു വിഷയമേ അല്ല. ബാക്കിയുള്ളത്, അതായത് മയക്കുമരുന്ന്, മറ്റേത്, അത് ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ മദ്യവും മയക്കുമരുന്നാണ്. ഈ MDMA പോലുള്ളതും അതേപോലെ കഞ്ചാവും സ്റ്റാമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മയക്കുമരുന്നായിട്ട് പ്രശ്നമുള്ളത് കാണിക്കുന്നത്. മദ്യം ഒരു പ്രശ്നമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സത്യമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. മദ്യപിച്ചാൽ ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ നിശ്ചിതമാണ് എന്ന നിലയിൽ. സത്യത്തിൽ ഞാൻ എൻ്റെ മറ്റൊരു ഭാഗത്ത് ലഹരി ലീഗലൈസ് എന്ന് പറയുന്ന ഭാഗത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സർക്കാർ ആലോചിക്കണം. ലഹരിയായി തന്നെ കാണിച്ചു കൊടുക്കണം, പഠിപ്പിച്ചിട്ട് ആവശ്യമുള്ള യൂസ് ചെയ്യട്ടെ. അവൻ നശിച്ചു പോട്ടേന്നേ, ആവശ്യമില്ലാത്ത നശിക്കൂല. സമൂഹത്തിന് നന്നാവാനും നശിക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. കുറച്ചുപേര് നശിക്കുന്നവർ വേണമല്ലോ, പോലീസുകാർക്കും ജീവിക്കണ്ടേ. 100% മാർക്ക് സത്യം പറഞ്ഞതിന്. അത് ചിലപ്പോൾ ആ നാട്ടുകാർ ആരെങ്കിലും ആയിരിക്കും. സക്രിയ സിൽക്ക് ഗ്രൂപ്പ് എന്ന്, അത് ആ നാട്ടുകാർ ആരെങ്കിലും ആയിരിക്കും. പിണറായി രാജിവെച്ചാൽ തീരുമോ ചേട്ടാ പ്രശ്നം? പിണറായി രാജിച്ചാൽ തീരുന്നില്ല. അടുത്ത സർക്കാർ വന്നിട്ട് ഇതിൽ കൂടുതൽ വെക്കും. അപ്പൊ അവരെ കുറിച്ച് പറയും. അത്രേ ഉള്ളൂ. തല്ലിയത് എന്തായാലും ശരിയായ നടപടിയല്ല എന്നാണെന്ന്, അത് ക്ഷമ നശിച്ചിട്ടാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന്. അപ്പൊ ഇതാണ് ഇവിടെ വിശദീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തല്ലിയത് നല്ലൊരു നടപടിയല്ല എന്നുള്ളത് എനിക്കും അതേ അഭിപ്രായമാണ്. അത് എന്തിന് തല്ലിയാലും, അതായത് നിങ്ങൾ ഒരാള് എന്തെങ്കിലും കൊല്ലാൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ തിരിച്ച് തല്ലരുത്. മിണ്ടാതെ കൊണ്ടതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള മറുപടി.
അതായത് സ്വന്തം മകളെ ഒരുത്തം പീഡിപ്പിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവനെ തല്ലരുത്, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും പീഡിപ്പിക്കാൻ വരികയാണെങ്കിൽ അവനെ തല്ലുകയോ പ്രതികരിക്കുകയൊന്നും ചെയ്യരുത്. കാര്യം അവനെ തള്ളിയിട്ട് കഴിഞ്ഞാൽ തലമുറയും, പിന്നെ അതുപോലെ അടിച്ചു കഴിഞ്ഞാൽ അവന് അത് പ്രശ്നം, അത് വീഡിയോ എടുത്തിട്ട് പുറത്തേക്ക് വരും, ആ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടൊന്നും ചെയ്യരുത്. തൽക്കാലം അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനെ പ്രതിരോധിച്ച് അതിന് വഴിപ്പെട്ട് കൊടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ട് പരാതി കൊടുക്കുക. അപ്പൊ എല്ലാം തീരുമാനമാവും. ഞാന് എന്താണ് സാജിപ്പു എന്ന് പറയുന്നതിന്റെ മറുപടി അങ്ങനെ വരുന്നുള്ളൂ. സത്യത്തിൽ ആ അച്ഛൻ ചെയ്ത 100% തെറ്റാണ്. അതേപോലെ ഇത് എന്താ പറയാ, പിന്നെ ഇവർ ചെയ്തതും തെറ്റ് തന്നെയാണ്. തെറ്റ് എന്താണ്? ആ ഫാമിലിയെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ല, സ്വന്തം മോനെ മോളെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്തു. അപ്പൊ പ്രതികരിച്ച രീതി ശരിയാണെന്ന് വെച്ചാൽ അല്ല, നിയമപരമായിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമപരമായി ചില കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ, യഥാർത്ഥ വസ്തുതകൾ പറഞ്ഞാൽ അതൊരു വലിയ കുടുംബ തകർച്ചയ്ക്ക് കാരണമാകും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി നിങ്ങൾക്ക് അറിയില്ല. ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരാതി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പരിധിയിൽ കവിഞ്ഞ് പറയാൻ പറ്റില്ല. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞ വലിയ പ്രശ്നമാണ്. അപ്പോൾ കുടുംബം ഒന്നായി കലങ്ങി, ഒന്നായി തരികിടായി, ചിലപ്പോൾ എല്ലാ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വരും. ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വലിയൊരു ഭാഗം മനസ്സിൽ ഒതുക്കിയതിന് ശേഷം ഇയാളെ പ്രവൃത്തിക്ക് അപ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന് കൊട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. ഈ ഒരു വ്യക്തി എന്നല്ല, ഏതൊരു വ്യക്തി അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെയും ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ പ്രഥമ കുറ്റവാളി എന്ന് പറയുന്നത് മദ്യമാണ്. ഈ പിതാവ് നല്ലൊരു മനുഷ്യനാണ് മദ്യപിച്ചില്ലെങ്കിൽ. പക്ഷെ മദ്യപിക്കാത്ത സമയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നാട്ടുകാരെന്ന് പറഞ്ഞുള്ള അറിവ്. അതെനിക്കറിയുള്ളൂ. ഏതായാലും ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മണ്ടയിൽ കുതിരാറാന്ന് നിൽക്കണ്ട. മദ്യം ആരെയൊക്കെ കഴിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന വിഷയങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇയാൾ ഒരിക്കലും ഇങ്ങനെ ഒന്ന് പറയരുത്. അയാളുടെ അബോധാവസ്ഥയിൽ തെറി പറയുന്നു എന്ന് പറഞ്ഞ് അപ്പനടിച്ച് ശരിയാണോ? സോമൻ തോമസ് പറയുന്നു 68-88. ഈ സോമൻ തോമസ് പറഞ്ഞത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കള്ളു കുടിച്ച് ഒരു ബോധവുമില്ലാതെ നിൽക്കുന്ന ഒരാൾ, കള്ളു മദ്യപിച്ചിട്ട് ബോധമില്ലാത്ത അങ്ങാടിയിൽ നിന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, പോലീസ് വന്നാൽ അയാൾ എന്തിനാണ് ഓടുന്നത്? പോലീസ് വന്നാൽ ഓടണമെന്ന് അറിയാം, അല്ലെങ്കിൽ അടി കിട്ടുമെന്ന് അയാൾക്ക് അറിയാം, ഇല്ലേ? അതുകൊണ്ട് അയാൾ ഓടും. അതുകൊണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ ബോധം പോകുന്നു വേറെ ആരോടെങ്കിലും പോയി പറയണം, എന്നോട് പറയരുത്. അപ്പൊ ഇനി ഇന്ന് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതിനകത്ത് ജെയിംസ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനും കൂടെ ഒന്ന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് അയാൾ പറയുന്നത്, യു ഷുഡ് അപ്രോച്ച് ഞാൻ ഒരു മണ്ടനും ഒരു എന്താ പറയാ ഒരു വിഡ്ഢിയൊക്കെ ആയതുകൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ പ്രായവരെ നല്ലൊരു പങ്കും മദ്യപിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം അതിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അടികൊണ്ട ആളൊരു അല്പം ആരോഗ്യം ഉണ്ടായിരുന്ന ആളായതുകൊണ്ടാണ് അയാൾ പിടിച്ചെന്ന് അല്ലെങ്കിൽ ചത്തുപോയനെ. അതുകൊണ്ട് ക്രൂരനായ പിന്നെ മകനെയും അയാളുടെ ഭാര്യ അതെ മരുമകളെയും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. വീഡിയോയിലുള്ള അയാൾ മദ്യപിച്ച കുരുടന്മാരെ ന്യായീകരിക്കുകയാണ്. അതായത് ഞാന് ഇവരെയൊക്കെ ന്യായീകരിച്ച് അങ്ങോട്ട് ചെയ്യാണ്, അതുകൊണ്ട് ആ പണി ശരിയല്ല എന്നാണ് പറയുന്നത്. ജെയിംസ് കെയു എന്നാണ് പറയുന്നത്. അത് വീഡിയോയെ ബേസ് ചെയ്ത് മാത്രം സംസാരിക്കുന്നതുകൊണ്ടാണ്. അതിനങ്ങേപ്പുറത്ത് ഇതിനു മുമ്പ് എത്ര അടി കൊണ്ടിട്ടുണ്ടെന്നും എത്ര കേസുണ്ടെന്നും എത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആരൊക്കെ ഏതൊക്കെ വീടിന് പുറത്ത് നാട്ടുകാർക്കും ഒക്കെ മൊത്തത്തിൽ എന്തൊക്കെയായിരുന്നു എന്നും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ ജെയിംസിന്റെ അഭിപ്രായം മാറും. ഞാൻ അതൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, ഏതായാലും അതുമായിട്ട് ഒരു സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ഞാൻ പുറത്തേക്ക് പറയും. പിന്നെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിണറായിയെ വിമർശിച്ചത് കൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹം പോകുന്ന മദ്യനയം എന്ന് പറയുന്നത് മനുഷ്യന് പറ്റിയ രീതിയിലല്ല. അദ്ദേഹത്തിന്റെ കടം തീർക്കാൻ, അദ്ദേഹത്തിന്റെ ഈ ഖജനാവിലെ കടം തീർക്കാൻ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കുടിപ്പിച്ച് കുത്തുവാള എടുപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ പിന്നെ പിണറായിയെ വിജയിപ്പിക്കുക അല്ലാതെ പിന്നെ പിണറായിയെ വിമർശിക്കുക അല്ലാതെ അയാളെ താങ്ങിക്കൊണ്ട് അയാൾ ചെയ്താണ് ശരിയെന്ന് പറയാൻ എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വിമർശിച്ചാണ്. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്പേസും ഞാനവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നു, അത്തരത്തിന് കരുതിയാൽ മതി. അപ്പോൾ ഇതേക്കുറിച്ചാണ് അതിൽ അഭിപ്രായം പറഞ്ഞവർക്കുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഞാനിപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതിനെല്ലാം ഒരു മറുവശമുണ്ട്, എല്ലാത്തിനും ചില കാരണങ്ങളുണ്ട്. അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ അടി കൊടുക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ മക്കൾക്ക് മാതൃകയാക്കണം. അങ്ങനെ മാതൃകയായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടായി വരില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാനും കൂടി നോക്കണം. കർമ്മ എന്ന് പറയുന്നത് ആ പെണ്ണിനും
ആ ആളെ കെട്ടിയിടും. അതായത് ഈ വൃദ്ധനെ തല്ലിയ ആ മകനും മരുമകൾക്കും മാത്രമല്ല ആ വൃദ്ധനും കൂടി കർമ്മം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. Different angles. Don't forget to subscribe and support this channel.